ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞ് ഞങ്ങള് സ്കൂളൊക്കെ വിട്ട് വന്നു. ഇപ്പൊ ഞങ്ങള് പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. പ്ലാൻഡ് ഒന്നും അല്ല, പെട്ടെന്ന് ഒരു ചെറിയ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലി ഇപ്പൊ 3.2K സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി ഇതെനിക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസിന് കമന്റ് ചെയ്യണം, ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി. അപ്പൊ ഞങ്ങള് ഇനി ഒരു സംഭവം ഉണ്ടാക്കി നോക്കുവാണ്. ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി, ചിക്കൻ, മല്ലിയില അതൊക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കുവാണ്. ബണ്ണിന്റെ അകത്ത് ഈ അതുകൊണ്ട് നമ്മൾ ബണ്ണിന്റെ അകത്ത് ഈ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ ഇവിടെ പാനിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും സവാള ഇട്ട് നമുക്ക് വാട്ടണം. എന്നിട്ട് ബാക്കി വെജിറ്റബിൾസ് അതിലൊക്കെ ഇടണം. പിന്നെ മുട്ട ഉണ്ട്, മുട്ട പറയാൻ മറന്നുപോയി. മുട്ടയും കൂടി ഇട്ടൊരു സംഭവം. ഉള്ളി മാത്രം കൈ വെച്ചിട്ട് ഓയിട്ടോ ഉള്ളിയാണ് ബ്രൗൺ കളർ ആവുന്നതായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ക്യാപ്സിക്കം വീഴും കിടക്കട്ട്. യെല്ലോ കളർ ആവട്ടെ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഉള്ളി ഇവിടെ റെഡിയായി. നമ്മൾ ക്യാപ്സിക്കവും തക്കാളി ഇടാൻ പോവുകയാണ്. ചെറുതായിരുന്നു. പെട്ടെന്ന് തക്കാളി തക്കാളിയുടെ ആ കുരു എല്ലാം കളഞ്ഞിട്ടും ആ റൗണ്ട് ഭാഗം മാത്രം ഇട്ടേക്കുന്നത്. പാവന്റെ എന്നിട്ട് കുറച്ച് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. മുട്ട പൊട്ടിച്ചോളാൻ ഭയങ്കര എനിക്കായിരുന്നു. ഫ്രണ്ട്സ്, ഞാൻ നാളെ ടൂർ പോവുകയാണ്. ഞങ്ങള് സ്കൂളിൽ നിന്നാണ് ഞാൻ പോണ. ആദ്യമായിട്ടാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ടീച്ചേഴ്സിൻ്റെയും കൂടെ ടൂറ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് ആഗ്രഹിച്ചൊരു ടൂറാണ് ഈ 10ാം ക്ലാസ്സിലെ ടൂറ്. ഞങ്ങൾ മെയിനായിട്ട് എറണാകുളം, തൃശ്ശൂർ ഈ 2 സ്ഥലങ്ങളാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ 2ാമത്തെ ദിവസത്തെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. 2ാമത്തെ ദിവസം ആതിരപ്പള്ളിയും സിൽവർ സ്റ്റോമും സ്നോ സ്റ്റോമുമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ. ട്യൂഷൻ ക്ലാസ്സിലുണ്ടായിരുന്ന ടൂറ്. പക്ഷെ ഞാൻ പോയില്ല. അവിടെ വണ്ടർലായിരുന്നു പോയത്, ഞാൻ പോയില്ല. നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് വാടി നമുക്കിതിൽ മസാല പൊടിയൊക്കെ ഇടണം. ഫസ്റ്റ് ഞാൻ കുരുമുളക് പൊടി ഉണ്ടാക്കണം. കേട്ടോ? ഓക്കെ, നമ്മൾ കുരുമുളക് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഗരം മസാല ഇടണം. നമ്മൾ ഗരം മസാല ഇടാൻ പോവുകയാണ്. നമുക്ക് ഇതിലോട്ട് ഇനി ശകലം സോസ് ഒഴിക്കാം. ഒരു അടപ്പ്
ഒഴിച്ചോ, ഞാൻ വെക്കാം. ഒഴിച്ചോ. ഫ്രണ്ട്സ്, നമ്മളിനി അടുത്തത് മുട്ട ഇടാൻ പോവുകയാണ്. മുട്ട ഇടാൻ പോവില്ല, മുട്ട ഇടോട്ട് ഇടാൻ പോവുകയാണ്. രണ്ട് മുട്ട എടുത്തിട്ടുണ്ടേ. പേടിയാവട്ടെ. ഫ്രണ്ട്സ്, നമ്മള് അടിപൊളിയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന് ചിക്കനും മല്ലിയിലയും കൂടെ ഇടണം. ചിക്കൻ ഇട്ടോ. മല്ലിയില ഇട്. ഓക്കെ, വല്ല അടുത്ത വെളി പറഞ്ഞു. ഞാൻ നേരത്തെ കുറച്ച് മല്ലിയ വെളിപ്പെടുത്തി ഫ്രണ്ട്സ്, നമ്മുടെ മിക്സ് അവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ബണ്ണ് നമ്മൾ റെഡിയാക്കിയെടുക്കാം. പാനിൽ ചൂടാക്കി നെയ്യ് പറ്റിയിട്ട് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ബണ്ണൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നെയ്യ് പറ്റിയിട്ട് അതൊന്ന് ഉണ്ടാക്കി ഞാൻ ബണ്ണൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി പാസ് ചെയ്യാം. നമ്മുടെ ബണ്ണ് തന്നെ നമുക്കിനി ഇത് കട്ട് ചെയ്യാം. കുട്ടി തന്നെ ഫുള്ള് മുറിഞ്ഞങ്ങ് പോണ്ട, എത്ര വെച്ച് നിർത്താം. നോക്കി ചൂടല്ലേ? നമ്മളതിലോട്ട് ഇനി നെയ്യ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അല്ല, നെയ്യ് ഇട്ടിട്ട് ഒന്ന് നമ്മുടെ ബൺ സെറ്റാക്കി എടുക്കുകയാണ്. എല്ലായിടത്തും ഇതാക്കി കൊടുക്കാം. എനിക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മുട്ട പൊട്ടിക്കാനും ഇളക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡ് നമ്മള് ബണ്ണ് വെക്കായിട്ട് പോവാണ്. ബണ്ണെടുത്തിട്ട് ഇതിന്റെ അകത്തുള്ള ഈ ഭാഗം മറ്റേ തീ കുറച്ച് വെച്ചിട്ട് ഈ ഒരു പാനിലൊരു ബണ്ണ് വേണമല്ലേ? നല്ല മണം വരുന്ന ബണ്ണിങ്ങനെ റെഡിയാവുന്നത്. നെയ്യുടെ ഒക്കെ നല്ലത്. നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത ബൺ വെക്കാം. ഇതിനെ കട്ടി കൂടുതലാണ്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. പറ്റും. ചൂട് വേണ്ടേ? നമുക്ക് അടുത്ത ബണ്ണ് വെക്കാം. കൈപ്പായ തട്ടിയാൽ മതി. നല്ല ചൂട്. അടുത്ത ബണ്ണ് കൈ വെച്ചു കൊണ്ടൊന്നും വെക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ഫില്ലിങ്ങും ബന്നും കൂടെ റെഡിയായി. ഇനി നമുക്ക് ഈ ഫില്ലിങ് എടുത്ത് വീടിൻ്റെ ഇടയിൽ വെച്ച് അടച്ചാൽ തിന്നാൻ ഉള്ളു.
അതിനാണ് ഇത്രയും നേരം ഇത്രയും കാണിച്ചത്. ടേസ്റ്റാണ് സംഭവം നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഫില്ലിങ് വെക്കാം. വേറെ ഇരിക്കാൻ പറ്റുന്നില്ല. സോസും മയോണൈസും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ അതൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഇരുന്ന് ടൊമാറ്റോ സോസ് കഴിക്കും. കയ്യിലൊക്കെ ഇട്ട് കഴിക്കും. ഓക്കെ ഏതാ തനിപ്പോൾ അടുത്ത ബ്രെഡിലും കൂടെ അല്ല ബണ്ണിലും കൂടെ ഫില്ലിങ് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് വെച്ച് ഞങ്ങൾ തിന്നാൽ മതി. സിമ്പിളാണ് ഉണ്ടാക്കാൻ. സിമ്പിളോ അല്ലേ? ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ചാടി വെളിയിൽ പോകണമെന്തോ. ഞാൻ പറയാം സോസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ചീസൊക്കെ ആക്കുമ്പോൾ ഇത് മാത്രം തിന്നാലും നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. ഈ ബണ്ണിന് ചെറിയ മധുരമുണ്ട്. അപ്പം ഇതുകൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വെച്ച ഫില്ലിങ് എത്ര അവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചോട്ട് അടിപൊളിയമ്മാ. ഇതും പിടിച്ച് തിന്നുവാണ്. എനിക്കിത് കഴിച്ച് കഴിഞ്ഞ ശേഷം പാക്കിങ് തുടങ്ങണം. ഞാനേ ഈ ടൂറ് പോകാൻ ഇവിടെ ഒരാൾക്ക് ഇഷ്ടമല്ല. ഭയങ്കര വിഷമമാണ് ഞാൻ ഇവിടെ ടൂറ് പോകണം. അടിച്ചു പൊളിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത്. അല്ലേ കുഞ്ഞി ആർക്കാരണോ നിനക്കില്ലേ? ഞാൻ ടൂറ് നമുക്ക് ഭയങ്കര ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു ടൂറ്. തിരുവനന്തപുരത്താണ് രാജപ്ലാന്റിൽ പോയി. എന്നാലും ഞാൻ ഇതുവരെ എങ്ങും പോയിട്ടില്ല. ഇവിടെ 4ാം ക്ലാസ്സിൽ ടൂർ പോയി. ഞാൻ 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പോകണം. ഇതൊരു ഭാഗ്യമില്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.